താലൂക്ക് ലാൻഡ് ബോർഡ് ഏറ്റെടുത്ത ഭൂമിരഹിതർക്ക് ഉടൻ വിതരണം ചെയ്യുക, സർക്കാർ പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുജനങ്ങൾ സൗജന്യമായി നൽകിയ ഭൂമിരഹിതർക്ക് വിതരണം ചെയ്യുക, ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്ത് മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി അടിയന്തരമായി നൽകാൻ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആചാര്യ വിനോബാജി ഭൂരഹിത ഭവനരഹിത പുനരധിവാസ സമിതിയുടെ നേതൃത്വത്തിൽ തലപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ ഭൂരഹിതരുടെ ധർണ സംഘടിപ്പിച്ചു. ഷാഹിദ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. AS ഹംസ സ്വാഗതം പറഞ്ഞു. K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ താലൂക്ക് ലാൻഡ് ബോർഡുകളിൽ അംഗങ്ങളായ അംഗങ്ങൾ സംയുക്തമായി സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച സംഘടനയാണ് ആചാര്യ വിനോബാജി ഭൂരഹിത ഭവനരഹിത പുനരധിവാസ സമിതി. ഇത്തരത്തിലൊരു സംവിധാനം രൂപീകരിക്കാൻ കാരണം, ഞാൻ ലാൻഡ് ബോർഡിൽ തലപ്പള്ളി താലൂക്ക് ലാൻഡ് ബോർഡിൽ അംഗമായിട്ട് 15 വർഷത്തോളമായി. ഈ 15 വർഷക്കാലം കൊണ്ട് അന്ന് തലപ്പള്ളി കുന്നംകുളം താലൂക്കില്ല, കുന്നംകുളവും നമ്മുടെ ഈ 3 നിയോജകമണ്ഡലം ചേർന്ന തലപ്പള്ളി താലൂക്കിൽ ഞങ്ങളുടെ ലാൻഡ് ബോർഡിൽ വന്ന് പരാതി ലഭിച്ച് പരിശോധിച്ച ലാൻഡ് ബോർഡ് ഏറ്റെടുത്തത് ഒന്ന് വടക്കേക്കുളം പ്ലാന്റേഷൻ 75 ഏക്കർ ഭൂമി, പിന്നെ പഴയ വൈപ്പിൻ മദ്യ ദുരന്ത കേസിൽ പ്രതിയായിരുന്ന ചന്ദ്രസേനന്റെ കിരാലൂർ വില്ലയിൽ 50 ഏക്കർ ഭൂമി, പെരുമ്പിലാവിൽ 12 ഏക്കർ ഭൂമി, അതുപോലെ തന്നെ ചാലക്കരയിൽ 3.5 ഏക്കർ. PJ രാജു മുഖ്യപ്രഭാഷണം നടത്തി. PG ജയ്ദീപ്, SAA ആസാദ്, വൈശാഖ് നാരായണസ്വാമി, TV സണ്ണി, CA ശങ്കരൻകുട്ടി, KR കൃഷ്ണൻകുട്ടി, ബിജു ഇസ്മായിൽ, K ഗോപാലകൃഷ്ണൻ, ശശി മംഗലം, ഗിരീഷ് എങ്കക്കാട്, ജയപ്രകാശ് AP, പ്രകാശൻ കുന്നൂർ, ബാബു കണ്ണനായ്ക്കൽ, CR രാധാകൃഷ്ണൻ, ജോയിൽ മഞ്ഞില, ഉമ്മർ ചെറുവായിൽ, കൗൺസിലർമാരായ രമണി പ്രേമദാസൻ, അംബിക ബാബു, റിനി സണ്ണി, ലില്ലി ഫ്രാൻസിസ്, സതീദേവി, അഷ്റഫ് PA, ബിജു ഇഗ്നേഷ്യസ്, ഷാനവാസ് MH, സിദ്ദിഖ് KH, KA രാജീവ്, MN ലതീന്ദ്രൻ, അനിൽ കുന്നൂർ, ജയ്മോൻ MJ, ശശികുമാർ മാസ്റ്റർ, AH സുലൈമാൻ, കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തികച്ചും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ജനകീയ വിഷയത്തിൽ ഇടപെടുക എന്നതിന്റെ ഭാഗമായി നടത്തുന്ന ഒരു ധാർമ്മിക സമരമാണ് ഇന്ന് ഈ താലൂക്ക് ഓഫീസിന്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആചാര്യ വിനോബാജി ഭൂരഹിത ഭവനരഹിത പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ലാൻഡ് ബോർഡ് ഏറ്റെടുത്ത ഭൂമി ഭവനരഹിതർക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ വായുവും വെള്ളവും വസ്ത്രവും ഭക്ഷണവും കഴിഞ്ഞാൽ കയറിക്കിടക്കാൻ ഒരു കൂര, അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യവും. എത്ര മനുഷ്യന് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, എത്ര സുഖകരമായ ജീവിതം നയിക്കുകയാണെങ്കിലും അവൻ അവന്റെ സ്വന്തം ഒരിടത്തിൽ, അവന്റെ സ്വന്തം വീട്ടിൽ, അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവിടെ കയറിക്കിടക്കാൻ ഒരു സ്ഥലമുണ്ടാവുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ആവശ്യം. നിർഭാഗ്യവശാൽ കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പുറംതിരിഞ്ഞതിന്റെ ഭാഗമായി ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഭൂമിയില്ലാതെ കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്ത സാഹചര്യമാണുള്ളത്.